ഹായ് നമസ്കാരം കൂട്ടുകാരെ. നമ്മളിന്ന് മൺട്രോത്തുരുത്ത് വന്നത് കേട്ടോ. മൺട്രോത്തുരുത്ത് വന്നപ്പോൾ നമ്മുടെ ഒരു ചേട്ടനെ അവിടെ പരിചയപ്പെട്ട്. ആ ചേട്ടൻ ഏതാണ്ട് ഈ അടിപൊളി ഒരു ഹൗസ് ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചേട്ടാ, മൺട്രോത്തുരുത്ത് പോകാൻ പറ്റിയ ഒരു മൺട്രോത്തുരുത്ത് പോകാൻ പറ്റിയ ഒരു ബോട്ടാണ്. മൺട്രോത്തുരുത്തിനെ കണക്കാക്കി വലിയ ഹൗസ് ബോട്ട് ചെറിയ ഹൗസ് ബോട്ടാക്കി മാറ്റിയതാ. ഇത് മൺട്രോത്തുരുത്ത് 9 ഐലൻഡിൽ കറങ്ങി വരും. കണ്ടൽക്കാടുകള് ഒരു ഐലൻഡ് ഉണ്ട്, കുളിക്കാൻ പറ്റിയ ഒരു ഐലൻഡ് ഉണ്ട്, പിന്നെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കാവുന്ന ഒരു കണ്ടൽക്കാടുകളുണ്ട്, പിന്നെ ഇത് എസ്സുകുളം എന്ന് പറയുന്ന സ്ഥലമാണ്. നല്ല അടിപൊളിയായിട്ട് കൊണ്ട് നടന്ന് നല്ല ഫുഡിങ്ങും ഇതെല്ലാം ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന് എൻജോയിപ്പിച്ച് തന്നെ ആൾക്കാരെ വിടും. വരുന്നവര് ഒരിക്കലും മറക്കാത്ത രീതിയിൽ ഒരിക്കലും മറക്കത്തില്ല. എന്റെ വേഷം കൂടി കണ്ടിട്ട് അവര് പെട്ടെന്ന് അവർക്ക് ഓർമ്മ വരും. എവിടെ വെച്ച് കണ്ടാലും ഓർമ്മ വരും. അതേ രീതിയിലാണ് നമ്മൾ മൺട്രോത്തുരുത്തിന്റെ ചരിത്രങ്ങൾ പറഞ്ഞു ആൾക്കാരെ കൊണ്ടുപോകുന്നത്. അപ്പൊ മൺട്രോത്തുരുത്തിന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമല്ലോ. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. പാട്ടും ഡാൻസും എല്ലാം ഇല്ലയോ? കൂടെ ഹെൽപ്പിംഗ് വരെ ചെയ്യും. അപ്പൊ നമ്മള് ഫുഡിനുള്ള അറേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. ഇതിനകത്ത് ചെയ്തു കൊടുക്കും. ഇതിനകത്ത് തന്നെ ഫുഡ്, രാവിലത്തെ ഫുഡ്, ഉച്ചക്കലത്തെ ഫുഡ്, വൈകുന്നേരം പോകുമ്പോ ഒരു വാഴക്കപ്പവും ചായയും, അങ്ങനെയുള്ള എല്ലാ രീതികളും. ഉച്ചക്ക് നല്ല കരിമീനൊക്കെ കൂട്ടി അടിപൊളി ഫുഡ് നമുക്ക് അറേഞ്ച്. കൊഞ്ച്, ഞണ്ട്, കക്ക, ഇതാണ് കാഞ്ഞരോട്ട് കായലിലെ മീനാണ്. നല്ല അടിപൊളി ടേസ്റ്റിലാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അത് ശരി. അപ്പൊ ഇതാണ് സാരഥി ഇതാണോ? രണ്ടുപേരും സാരഥികളാ അല്ലയോ? അപ്പൊ നമുക്ക് ഇതിനകത്ത് എത്ര പേരുടെ കപ്പാസിറ്റി ഉണ്ട് നമ്മുടെ ഈ ബോട്ടിനകത്ത്? 20 പേർക്ക് പോവാം. പിന്നെ ബാത്റൂം ഫെസിലിറ്റി അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര മണിക്കൂർ നമ്മുടെ ബോട്ടിങ് വരുന്നത്? അപ്പം നമുക്ക് അത്യാവശ്യം ഒരു 10 പേർക്കുള്ള ഗ്രൂപ്പായിട്ട് വന്നു കഴിഞ്ഞാൽ അടിച്ചു പൊളിച്ച് ഡാൻസ് കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് എൻജോയ്മെൻ്റ് ആയിട്ട് പോകാം അല്ലയോ? അപ്പോൾ ചേട്ടൻ്റെ നമ്പർ ഒന്ന് തരാമോ? അപ്പോൾ നമ്പർ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയേക്കാം. അപ്പോൾ പാക്കേജായിട്ട് വരുന്നവർക്ക് മൺട്രോത്തുരുത്തിന് ഒരു വലിയ ചരിത്രമുണ്ട് കേട്ടോ. അപ്പോൾ അത് ചരിത്രം പറയാനായിട്ട് ഒരുപാട് ഇവിടത്തെക്കുറിച്ച് അറിയുന്ന ഒരാളെ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. ചേട്ടാ, നമ്മുടെ മൺട്രോത്തുരുത്തിൻ്റെ ആ ഒരു ചരിത്രം ഒന്ന് പറയാമോ? നമ്മളെ ഇതെന്ന് പറഞ്ഞാൽ രാജ്യഭരണകാലത്ത് കൊച്ചി രാജ്യക്കന്മാരുടെ ഭടന്മാർ കിടന്ന സ്ഥലമാണ്. ആദ്യമേ ഇത് ഇടിയക്കട വരെ ഉള്ളായിരുന്നു ഇതിന്റെ സ്ഥലം. അത് ബ്രാഹ്മണസ് കിടന്ന സ്ഥലമാണ്. അവര് കളഞ്ഞിട്ട് പോയതാണ്. അതിനുശേഷം ഇങ്ങോട്ടുള്ള സ്ഥലങ്ങളെല്ലാം മൺട്രോ സാഹിബ് വന്നിട്ട് കൊച്ചു തോടുകൾ കോരി ഈ വയലേലകളാക്കി എടുത്തതാണ്. എന്തിനാ അങ്ങനെ എടുത്തെന്ന് പറഞ്ഞാൽ അത് നെൽപ്പാടങ്ങളാക്കി മാറ്റി. ചതുപ്പ് നിലങ്ങളായിരുന്നു. ശരി. അങ്ങനെ നെൽപ്പാടങ്ങളാക്കി എടുക്കുകയും നല്ല സ്ഥലങ്ങളാക്കി മാറ്റുകയും ചെയ്തു. അത് കണ്ടാണ് ലക്ഷ്മിയെ തമ്പുരാട്ടി, ഇത് കണ്ടാണ് അദ്ദേഹത്തിന്റെ പേര് ഇവിടെ മൺട്രോത്തുരുത്തുനിന്ന് അല്ല, കേണൽ മൺട്രോ, ജോൺ മൺട്രോ, അദ്ദേഹത്തിന്റെ പേര് ഇവിടെ ഇട്ടത്. ശരി. അങ്ങനെ ഈ അതിർത്തി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഒരു ഭാഗമാണ് കൊല്ലം തൊട്ട് എസ്എംകോളേജ് തൊട്ട് അങ്ങോട്ട് പീരങ്കി മൈതാനവും ഇങ്ങോട്ടുള്ളത് വെള്ളപ്പടയും ഒലക്കപ്പടയും എന്നാണ് ഇവിടുത്തെ ആൾക്കാർ അറിയപ്പെടുന്നത്. ഇവിടെ ഒരു പാളാത്തി എന്നും പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് റെയിൽവേ പാത വന്നപ്പോഴാണ് പോയത്. അവിടെ ഒരു കാവൽപ്പരയും ഇതെല്ലാം ആയിട്ടുണ്ടായിരുന്നു പണ്ടത്തെ ചരിത്രത്തിൽ. ഞാൻ ഈ ചരിത്രത്തിന്റെ കുറച്ച് ഭാഗം അറിഞ്ഞ തൃശ്ശൂർ ഒരു മനയുന്ന അവര് താളിയോലയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ ചരിത്രങ്ങളൊക്കെ. അന്നേരം അതിൽ നിന്നും അവര് തരുത്തില്ല, പക്ഷെ അവിടെ ചെന്ന കുറച്ചൊക്കെ അവര് വായിച്ച് അടുപ്പിക്കും. ഒരു നമ്പൂതിരി കുടുംബത്തിൽ നിന്നാണ് ഞാൻ ഇത് അറിഞ്ഞത്. അവർക്ക് ഈ തന്ത്രി. എന്താ പേരെന്താ? ഞാൻ എൻ്റെ വീട് കൊല്ലത്തായിരുന്നു. ഞാൻ ഇവിടെ ഈ സ്ഥലം ഇഷ്ടപ്പെട്ടു. ആദ്യമേ വന്നു, ഇവിടുന്ന് ഒരു പെണ്ണ് കെട്ടി, അങ്ങനെ ഇവിടെ തന്നെ താമസിച്ചുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു 12-13 കൊല്ലം കൊണ്ട് ഇവിടെ തന്നെ സ്ഥിരം താമസക്കാരനായി. ഈ ബോട്ട് സർവീസുമായിട്ട് കൊല്ലത്തിടന്നൊരു ബോട്ടുമായിട്ട് ഇവിടെ വന്ന് ഓടിയപ്പോൾ ആൾക്കാരൊക്കെ എതിർത്ത ആൾക്കാരാണ്. ഇപ്പൊ എല്ലാവരും ജീവിക്കാൻ, അന്ന് മണ്ണ് വാരി കാശുണ്ടാക്കാറുണ്ട്. ഇന്ന് എല്ലാവരും ജീവിക്കുന്ന ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട. ബോട്ട് എന്റെ എല്ലാ ബോട്ട്. ഇത് വേറൊരാളെ ഞാനിപ്പം ഇതിനകത്ത് ഡ്രൈവറായിട്ടും ഇതിന്റെ എല്ലാമായിട്ട് നമ്മൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മളെ ഈ നാടിനെ കുറിച്ച് നല്ല സ്ഥലങ്ങൾ 9 ഐലൻഡാണ് മൺട്രോ ഐലൻഡ്. ഇതിനെ കുറിച്ച് ഫാനും വേണ്ട, ഒന്നും വേണ്ട, പ്രകൃതിദത്തമായ ഒരു സ്ഥലമാണ്. കൊച്ചു കൊച്ചു ഐലൻഡുകളുണ്ട്, ചെറിയ ചെറിയ ഐലൻഡുകളുണ്ട്. 2 ഏക്കർ 3 ഏക്കറുള്ള ഐലൻഡുകളൊക്കെ റിസോർട്ടുകളാണ്. ഈ മെയിനായിട്ട് ഇവിടെ ആൾക്കാർ വരുന്നത് നല്ലൊരു ശുദ്ധവായു ശ്വസിക്കാൻ വേണ്ടി. ശുദ്ധവായുവാണ്. നമ്മളെ ഇതെന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കയറി വരികയും ഏനാത്തിന് ഇച്ചിരി ഇപ്പുറം വരെ വെള്ളം പോവുകയും തിരിച്ച് അതേ കണക്ക് ഇറങ്ങി പോവുകയും ചെയ്യും. ഉപ്പ് വെള്ളമാണ്. നമ്മളെ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ വരുന്നതെന്ന് പറഞ്ഞാൽ അവർ ഈ ഉപ്പുവെള്ളത്തെ കുറിച്ച് ശരീരത്തിൽ എനർജിയാണ്. അതിനാ പുറം രാജ്യങ്ങളിൽ നിന്ന് നമ്മളെ ഇന്ത്യയിൽ ഒരുപാട് മിനറൽസ് ഒക്കെ ഉള്ള ഒരുപാട് ഇതുള്ളതാണ്. ഇതേ കണക്ക് വേറൊരു കടലും കിട്ടത്തില്ല. അറബിക്കടലിൽ നിന്ന് കയറി വരുന്ന ആ വെള്ളം വേറൊരു രീതിയിലും കിട്ടത്തില്ല. ആ ഒരു രീതി വെച്ചാണ് നമ്മളെ കുറിച്ച്, നമ്മളെ നാടിനെ കുറിച്ച് നമുക്കറിയില്ല.
വിദേശികൾക്കറിയാം. വിദേശികൾക്കറിയാം. മൺട്രോത്തുരുത്തിന്റെ എല്ലാ സ്ഥലത്തും പോകുന്ന ഈ ഒരു സർവീസ് മാത്രമേ ഉള്ളൂ. കൊണ്ടുവന്ന് അവരെ ഹാപ്പിയാക്കി കുമ്പള ഏരിയയിലും പടപ്പക്കര അപ്പുറത്തെ കുണ്ട്രഭാവങ്ങളിലും എല്ലാം ഒരു ഫുൾ ഡേയില് മൺട്രോത്തുരത്തിന്റെ എല്ലാ കാഴ്ചകളും കാണാൻ പറ്റും. എൻജോയ് ചെയ്യാൻ കാശ് ചെലവാക്കി വരുന്നവരെ എൻജോയ് ചെയ്ത് തന്നെ നമ്മൾ വിടുന്നത്. അല്ലാതെ വേറൊരു പരിപാടികളില്ല. നമ്മൾ എൻജോയ് ചെയ്യണം. അതിനാ ആൾക്കാർ കാശ് ചെലവാക്കി വരുന്നത്. അവരെ പറ്റിച്ചിട്ട് അത് നാളെ വരത്തില്ല. അന്നേരം ഇവിടുത്തെ ജീവിതം താറുമാറാണ്. അതുകൊണ്ട് എല്ലാവരും അത് എൻജോയ് ചെയ്ത് കൊണ്ടുവരണം. ഇതാണ് ഞങ്ങളുടെ ബോട്ടിങ് മെമ്മറീസ് കൊല്ലം കല്ലട. ഞങ്ങളെ കലാരൂപങ്ങളും ഇതെല്ലാം ഒത്തിരി അടിപൊളിയായിട്ട് ഞങ്ങൾ വെച്ചിരിക്കുക. എൻജോയ് ചെയ്യാൻ പറ്റിയ ബോട്ടാണ്. അതായത് ബെഡ്റൂമാണ് ഇതിൽ. ഒരു ബാത്റൂമുണ്ട്. 20 പേരാണെങ്കിൽ നമുക്ക് വീടിൽ